ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആശിഷ മാരി, ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് എന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ആശിഷ മാരി അയക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവയെയും എൻ്റെ കുന്നിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വയ്ക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും. അത് അനുഗ്രഹകരമായ മഴയായിരിക്കും. അത് അനുഗ്രഹകരമായ മഴയായിരിക്കും. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ്. അവിടുന്ന് നമ്മുടെ മേൽ അനുഗ്രഹകരമാകുന്നൊരു മഴയെ പെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ്. പരിശുദ്ധാത്മാവുമായി അടുത്ത ബന്ധത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ, ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, അതിൽ നിന്നുളവാകുന്ന ഫലമെന്ന് പറയുന്നത് അനുഗ്രഹകരമാകുന്ന മഴ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ്. ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെയും മഴയോട് സമാന്തരപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റൊരു വാക്യം വായിക്കാം. സക്രിയ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 10-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്യിച്ചു കൊടുക്കും. പിന്മഴയുടെ കാലത്ത് ഇസ്രയേൽ രാജ്യമെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഈ പുസ്തകങ്ങൾ എഴുതുന്ന സമയത്ത്, ഓൾഡ് ടെസ്റ്റമെൻ്റ് ടൈമിൽ അതൊരു വരണ്ട ഭൂമിയായിരുന്നു. അവർക്ക് 2 സീസണാണ്. മഴയുടെ സീസണ് തക്ക സമയത്ത് അവർക്ക് മഴ ലഭിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ വർഷം ആരംഭിക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടറിലെ സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയങ്ങളിലാണ് അവരുടെ വർഷം ആരംഭിക്കുന്നത്. ആ വർഷം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒക്ടോബർ, നവംബർ സമയത്ത് അവർക്ക് ലഭിക്കുന്ന മഴയ്ക്കാണ് ഫോർമൽ റെയിൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ, എബ്രായ ഭാഷയിൽ യോറ, YOREH, യോറ. യോറ എന്ന് പറയുന്നത് ഫോർമൽ റെയിൻ ആണ്. ആ ഫോർമൽ റെയിൻ ലഭിക്കുമ്പോൾ, യോറ ലഭിക്കുമ്പോൾ കൃഷി ഇറക്കുവാൻ കഴിയും, വിത്ത് വിതയ്ക്കുവാൻ കഴിയും. ഇസ്രയേൽ പല നിലകളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലമാകുന്നു. അവർക്ക് അവിടെ ഗോതമ്പ് കൃഷി ഫലവത്തായി നല്ല നിലയിൽ കൃഷി ചെയ്യുവാൻ കഴിയും. 2 ബാർലിയുടെ കൃഷി അവർക്കുണ്ട്. മാത്രമല്ല ഒലിവ് ധാരാളമുള്ള സ്ഥലമാണ്. അപ്പോൾ എണ്ണയുടെ സ്രോതസ് ഒലിവിൽ നിന്ന് ലഭിക്കുന്നു. മുന്തിരി കൃഷിയുണ്ട്. മുന്തിരി കൃഷി ഉള്ളതിനാൽ അവർക്ക് വീഞ്ഞ് ലഭിക്കുന്നു. പിന്നീട് അവർക്ക് മാതള നാരകമുണ്ട്, അത്തിപ്പഴമുണ്ട്, ഫിഗ്. ഇതെല്ലാം വളരെ സമർത്ഥമാകുന്ന കാര്യങ്ങളല്ലേ. സമർത്ഥമാകുന്ന വിളവ് നൽകുന്ന, സമർത്ഥമാകുന്ന നിലയിൽ മനുഷ്യനെ അനുഗ്രഹിക്കുന്ന, നല്ല ഫലം നൽകിത്തരുന്ന, നല്ല റിസൾട്ട് നൽകിത്തരുന്ന നിലയിലുള്ള ഒരു ഭൂപ്രകൃതിയാണ് അവർക്കുള്ളത്. അവിടെ ഉള്ള ഈ ഫലങ്ങളും ഈ ധാന്യങ്ങളുമെല്ലാം, അതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായി തന്നെയാണ് ദൈവം ആ ജനതയ്ക്ക് കൊടുത്തത്. അവിടെയാണ് പ്രവാചകൻ പറയുന്നത്, പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. ആ തക്ക സമയത്ത് ആ മഴ ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ കൃഷി നടക്കത്തില്ല. ആ മഴ, ഒന്നാമത്തെ മഴ ലഭിക്കണം, അപ്പോഴാണ് വിത്ത് വിതയ്ക്കുവാൻ കഴിയുന്നത്. പിന്നെ വളർച്ചയുടെ സമയത്ത് 2ാമത്തെ മഴ ലഭിക്കേണ്ടത് ആവശ്യമാണ്. 2ാമത്തെ മഴ മൽഘോഷ് എന്നാണ് പറയുന്നത്. യോറ എന്ന് പറയുന്നത് ആദ്യത്തെ ഫോമൽ റെയിൻ ആയിരിക്കുമ്പോൾ ലാറ്റർ റെയിൻ എന്ന് പറയുന്നത് മൽഘോഷ് എന്നാണ്. മൽഘോഷ് സാധാരണഗതിയിൽ മാർച്ച്, ഏപ്രിൽ മാസത്തിലാണ് ലഭിക്കുന്നത്. മൽഘോഷ്, യോറായും മൽഘോഷും തക്ക സമയത്ത് ലഭിച്ചെങ്കിൽ മാത്രമേ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ.
അതിനാൽ അവരുടെ ദിനംതോറുമുള്ള പ്രാർത്ഥനയിൽ തന്നെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ദിനംതോറുമുള്ള പ്രാർത്ഥനയിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. യോറ അവർക്ക് ലഭിക്കുവാൻ വേണ്ടി, മൽക്കോഷ് അവർക്ക് ലഭിക്കുവാൻ വേണ്ടി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളുമായിട്ട് സമാന്തരപ്പെടുത്തുമ്പോൾ പുതിയ നിയമ വിശദീകരണത്തിൽ ഫോമർ റെയിൻ, യോറ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സംഭവിച്ചു. ഫോമർ റെയിൻ, ആ മഴ അപ്പോസ്തലന്മാരുടെ സമയത്ത് മുൻമഴയുടെ സമയമായിരുന്നു. അവർക്ക് ഫോമർ റെയിൻ, മുൻമഴ ലഭിച്ചു, യോറ ലഭിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ വലിയ പരിശുദ്ധാത്മ പ്രവൃത്തി ഉണ്ടായി, ഫോമർ റെയിൻ. എന്നാൽ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മൽക്കോഷ് സീസണിലാകുന്നു, ലാറ്റർ റെയിൻ സീസണിലാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പിന്മഴയുടെ സമയത്താണ് നമ്മളായിരിക്കുന്നത്. പൊതുവിൽ വിശ്വസിക്കുന്നത് അസൂസ സ്ട്രൈറ്റ് മുതൽ മൽക്കോഷ് സീസണാകുന്നു, പിന്മഴയുടെ സമയമാകുന്നു. ഈ പിന്മഴയുടെ കാലത്തായിരിക്കുന്നവർ കൂടുതൽ പ്രതീക്ഷിക്കണം. മുൻമഴയിൽ വലിയ ദൈവപ്രവൃത്തികൾ സംഭവിച്ചു, എന്നാൽ ഈ പിന്മഴയുടെ സമയത്ത് അതിലും വലിയ ദൈവപ്രവൃത്തി സംഭവിക്കുവാൻ പോകുന്നു. ചില വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ദയവായിട്ട് ആവർത്തന പുസ്തകം അതിൻ്റെ 11-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോട് യഹോവയെ സ്നേഹിക്കണം, പൂർണ്ണ മനസ്സോട് അവനെ സേവിക്കണം. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ, ഇതെല്ലാം കണ്ടീഷണലാകുന്നു, നിബന്ധനകളുണ്ട്. അങ്ങനെയെങ്കിൽ 14-ാമത്തെ വാക്യത്തിൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്ത് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഞാൻ നിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്ക് പുല്ലു തരും, നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും. ഈറ്റ് ആൻഡ് ബി സാറ്റിസ്ഫൈഡ്. ഇവിടെ ഇവർക്ക് ധാന്യം, ഗോതമ്പ്, ബാർലി, വീഞ്ഞ്, മുന്തിരി, എണ്ണ, ഒലിവ്, പിന്നീട് ഫിഗ് ഉണ്ട്, പോമഗ്രനേറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുൻമഴയും പിന്മഴയും ലഭിക്കണം. ഇനി എന്തിനേറെ അവരുടെ നാൽക്കാലികൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മുൻമഴയും പിന്മഴയും ലഭിക്കണം. എങ്കിൽ മാത്രമേ പുല്ല് വളരത്തുള്ളൂ. പുല്ലുണ്ടെങ്കിൽ മാത്രമേ നാൽക്കാലികൾക്ക് ഭക്ഷണം ലഭിക്കുകയുള്ളൂ. അങ്ങനെ അവർക്ക് അവരുടെ മൃഗസമ്പത്തിൽ നിന്നുള്ള നന്മയും അവരുടെ കൃഷിയിൽ നിന്നുള്ള നന്മയും ഇതെല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻമഴയും പിന്മഴയും അവർക്ക് ലഭിക്കണം. സമാനമാകുന്ന കാര്യങ്ങളിലെ ദൈവരാജ്യത്തിൽ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വചനത്തിൻ്റെ പുഷ്ടി നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളുടെ സമൃദ്ധി, കൃപാവരങ്ങൾ, ആമേൻ, ദൈവപ്രവർത്തികൾ സമർത്ഥമായി അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്യണം. മുൻമഴയും പിന്മഴയും നമ്മുടെ മേൽ പെയ്തിറങ്ങണം. അങ്ങനെയെങ്കിൽ അതിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടാകുന്നത് സംതൃപ്തിയോടുകൂടെ ഭക്ഷിക്കുമെന്നിവിടെ പറഞ്ഞിരിക്കുന്നു. സംതൃപ്തി, അബണ്ടൻസ്. ഓ ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്, ആമേൻ, ഹല്ലേലൂയ. ഇവിടെ നിന്ന് നമുക്ക് യോവേലിൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ, അവിടെയും പ്രവാചകൻ മഴയെക്കുറിച്ച് പ്രവചിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ആൻഡ് കൂടുതലായിട്ട് പറയുമ്പോൾ യോവേൽ പ്രവാചകനെക്കുറിച്ച് വേണമെങ്കിൽ ഇങ്ങനെ പറയുവാൻ കഴിയും, യോവേൽ പ്രവാചകൻ മഴയുടെ പ്രവാചകനായിരുന്നു. അദ്ദേഹം മഴയെക്കുറിച്ച് പ്രവചിച്ചു. അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു, സിയോൻ മക്കളെ ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു, യോറ നിങ്ങൾക്ക് തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും യോറയും പിന്മഴയും മൽക്കോഷും നിങ്ങൾക്ക് തരുന്നു. യോറയും മൽക്കോഷും നിങ്ങൾക്ക് തരുന്നു. വാ, ഗ്ലോറി, ഹല്ലേലൂയ.
അവൻ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്യിച്ചു തരുന്നു. മഴയെക്കുറിച്ച് യോവേൽ പ്രവാചകൻ പ്രവചിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ പ്രവചനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, യോവേൽ പ്രവാചകൻ്റെ സമയത്ത് അന്നത്തെ ജനതയുടെ ഇടയിൽ ഒരു വലിയ മടങ്ങിവരവുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് അവരുടെ കാർഷിക മേഖലയിൽ സമൃദ്ധി ഉണ്ടായി. അവരുടെ പല മേഖലകളിലും അവർക്ക് സമൃദ്ധി അനുഭവിക്കുവാൻ, പ്രോസ്പെറിറ്റി അനുഭവിക്കുവാൻ കഴിഞ്ഞു. 24-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. ഈ ശബ്ദം കേൾക്കുന്നത് നിങ്ങളുടെ കളപ്പുരകൾ, ആത്മീക കളപ്പുരകൾ, സ്പിരിച്വൽ സ്റ്റോർ ഹൗസസ് വേർഡ് ഓഫ് ഗോഡ് കൊണ്ട് നിറയട്ടെ. ഓ യെസ്, ഹല്ലേലൂയ. നിങ്ങളുടെ ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് നിറയട്ടെ, കവിഞ്ഞൊഴുകട്ടെ. 26-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വേണ്ടുവോളം തിന്നു തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. അതാണ് ദൈവം ആത്യന്തികമായി ആഗ്രഹിക്കുന്നത്. തൻ്റെ ജനത്തെ ഓണർ ചെയ്യുക എന്നതാണ്, തൻ്റെ ജനത്തെ മാനിക്കുക എന്നതാണ്. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ഈ പ്രവാചകൻ 28-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ പ്രവചനം പ്രവചിക്കുന്നു. ആ പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സംഭവിക്കുന്നത്. പുതിയ നിയമത്തിലെ മുൻമഴയുടെ സമയത്ത് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ്. ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുന്നമേ യോവേൽ പ്രവാചകൻ പ്രവചിച്ചു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ പ്രവചിച്ചത്, യോവേൽ പ്രവാചകൻ പ്രവചിച്ചതിൻ്റെ നിവർത്തീകരണമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്യം പത്രോസ് അവിടെ ആവർത്തിക്കുകയാണ്. ഇന്നും പ്രസക്തമാകുന്നു. ഇന്നും വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന ആ കൂട്ടത്തിൻ്റെ നടുവിൽ കർത്താവ് ഒരു ആത്മപകർച്ചയെ അയക്കുവാൻ വിശ്വസ്തനാണ്. ഒരു പരിശുദ്ധാത്മ മഴയെ അയക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്. ആ പരിശുദ്ധാത്മ മഴ പെയ്തിറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുവാൻ പോകുന്നു. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരുടെ മേലും ആത്മപകർച്ച ഉണ്ടാകും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എല്ലാം ആത്മപകർച്ച ഉണ്ടാകും. പരിണതഫലം എന്തായിരിക്കും? എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നിറയും. പ്രവചിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു, അത്ഭുതങ്ങളെ അവർ പുറപ്പെടുവിക്കുന്നു. പരിശുദ്ധാത്മ മഴ പെയ്തിറങ്ങുമ്പോൾ, മഴ ഈ ഭൂമിയിൽ പെയ്തിറങ്ങുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഭൂമി ഫലഭൂയിഷ്ടമായി തീരും. ഈ ഭൂമി നല്ല വിത്തുകളെ പുറപ്പെടുവിക്കും, നല്ല വൃക്ഷങ്ങളെ വളർത്തും. ഈ ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങളുണ്ടാകും. എന്നതുപോലെയാണ് ആത്മമഴ നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ പോകുന്നു. ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായിത്തീരും. ഫ്രൂട്ട്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ്, അത് ദൈവത്തിൻ്റെ ഉദ്ദേശമാകുന്നു. ദൈവം തൻ്റെ മക്കളിലൂടെ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ്. ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുക. നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരാക്കി നിങ്ങളെ മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. പത്രോസ് അത് പറയുമ്പോൾ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഇത് വിശ്വസിക്കുക. ഇതൊരു മൽഘോഷ് സീസൺ എന്ന് വിശ്വസിക്കുക. മൽഘോഷ് മാത്രമല്ല, ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിലധികമായിട്ട് യോറയും മൽഘോഷും ഒക്കെ നൽകി തരുവാൻ
കർത്താവ് വിശ്വസ്തനാണ്. ആഗ്രഹിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മേൽ മുൻമഴയും പിന്മഴയും ഒരുമിച്ച് പെയ്തിറങ്ങുവാൻ പോകുകയാണ്. വലിയ സമർത്ഥമാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവം നിങ്ങളെ ഒരുക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മഴ പെയ്തിറങ്ങട്ടെ. അങ്ങനെയുള്ള മഴ പെയ്തിറങ്ങുമ്പോഴാകുന്നു എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് യാഥാർത്ഥ്യമാകുന്നത്. നമ്മൾ ആദ്യം വായിച്ച വാക്യം 34-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ മേലൊരു ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് വന്ന് വീഴുവാൻ പോകുന്നു. ഇത് ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, മഴയുമായുള്ള ബന്ധത്തിൽ നമുക്കൊരു ഹൈഡ്രോളജിക്കൽ സൈക്കിൾ കാണുവാൻ കഴിയുന്നുണ്ട്. നേച്ചറിൽ ഒരു ഹൈഡ്രോളജിക്കൽ സൈക്കിളുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണല്ലോ വെള്ളം നീരാവിയായിട്ട് പൊങ്ങി മഴയായി മടങ്ങി വരുന്നത്. അതൊരു ഹൈഡ്രോളജിക്കൽ സൈക്കിളാണ്. വെള്ളം നീരാവിയാകുന്ന കടലിലെയും കായലിലെയും നദിയിലെയും ഒക്കെ വെള്ളം നീരാവിയാകുന്നു. എങ്ങനെ? സൂര്യൻ നല്ലതുപോലെ ചൂട് പുറപ്പെടുവിക്കുമ്പോൾ, സൂര്യപ്രകാശത്തിലൂടെ ചൂട് വരുമ്പോൾ ആ ചൂട് വന്ന് ഈ വെള്ളത്തെ തട്ടി ആ വെള്ളം നീരാവിയായിട്ട് ആകാശതലങ്ങളിലേക്ക് ഉയർന്നു പോയിട്ടത് മഴമേഘങ്ങളായി രൂപപ്പെടുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് തന്നെയുള്ള വെള്ളം ആകാശത്തിൽ പോയിട്ടത് മഴമേഘങ്ങളായി രൂപപ്പെട്ടതിന് ശേഷമായിട്ടാകുന്നു അത് വീണ്ടും മഴയായി പെയ്തിറങ്ങുന്നത്. മഴയായി പെയ്തിറങ്ങുമ്പോൾ ഭൂമി ഫലഭൂയിഷ്ടമായി തീരുന്നു. നല്ല ഫലങ്ങൾ ഭൂമി പുറപ്പെടുവിക്കുന്നു. അവിടെ നോക്കുക, ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ശ്രദ്ധിക്കുക. Water evaporates from the oceans or lakes, then rises in the air mass and forms clouds. Rainfall comes down as rain to water earth. This makes the land fruitful and productive. Wow. ഇവിടെ നിന്ന് തന്നെ വെള്ളം നീരാവിയായിട്ട് ആകാശ മേഘങ്ങളിലേക്ക് പോയി അത് ക്ലൗഡ്സ് ആയിട്ടത് മഴമേഘങ്ങളായി തീർന്നിട്ടത് പെയ്തിറങ്ങുകയാണ്. ഇതുപോലെ തന്നെ നമ്മിൽ സംഭവിക്കും. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആത്മീക അനുഗ്രഹമുണ്ട്. ആ ആത്മീക അനുഗ്രഹം ലഭിക്കുമ്പോൾ തന്നെ അത് ലഭിക്കുന്ന ഒരാൾ വെറുതെ ഇരിക്കത്തില്ല, ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിൽ നിന്നൊരു ബ്ലെസ്സിങ് ലഭിച്ച ആ ബ്ലെസ്സിങ് എൻ്റെ മേൽ വരുന്ന സന്ദർഭത്തിൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. ഹൃദയം സന്തോഷിച്ചതിന് ശേഷം ഞാൻ ചൂട് പിടിക്കുകയാണ്. എൻ്റെ ഹൃദയം ചൂട് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഹൃദയം ചൂട് പിടിക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുന്നു. ആ സ്തുതികൾ ഇതാ സ്പിരിച്വൽ ക്ലൗഡ്സ് ആയിട്ട് മാറുകയാണ്. ഞാൻ പുറപ്പെടുവിക്കുന്ന ആ സ്തുതികൾ സ്പിരിച്വൽ ക്ലൗഡ്സ് ആയിട്ട് മാറുന്നു. ആത്മിക മഴമേഘങ്ങളായിട്ട് മാറിയതിന് ശേഷം ആ മഴമേഘങ്ങൾ എൻ്റെ മേൽ പെയ്തിറങ്ങുകയാണ്. അപ്പോൾ ധാരാളമാകുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ മേൽ വരുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് കൊണ്ട് നിറയുന്നു. ഇതൊരു സൈക്കിളാണ്. ഇത് എല്ലാ ദിവസവും തുടരും. ഇത് എല്ലാ ദിവസവും പ്രായോഗികമാക്കുന്നവരുടെ ജീവിതത്തിൽ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുന്ന അനുഗ്രഹത്തിൻ്റെ മഴയുടെ പിന്നിലെ കാരണക്കാർ ആരാകുന്നു? നിങ്ങൾ തന്നെയാകുന്നു. നിങ്ങൾ ഉയർത്തുന്ന സ്തുതി സ്തോത്രങ്ങൾ, ദൈവസന്നിധിയിൽ ഉയർത്തുന്ന നന്ദി, സ്തോത്രം, സ്തുതി, അതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള മഴമേഘങ്ങളെ ഉണ്ടാക്കുന്നത്, ആത്മീക മഴമേഘങ്ങളെ ഉണ്ടാക്കുന്നത്. ഈ പ്രഭാതത്തിൽ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ്, എൻ്റെ മേൽ അനുഗ്രഹകരമായ മഴ പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് അത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വലിയ എൻഡ് ടൈം റിവൈവൽ നടക്കാൻ പോകുകയാണ്. എബണ്ടൻസ് ഓഫ് റെയിനെ കർത്താവ് അയക്കാൻ പോകുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിലെ ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ പോകുന്നു. 18-ാമത്തെ അധ്യായം, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ, പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോടുള്ളൊരു പ്രൊഫറ്റിക് വേർഡാണ്, ഒരു പ്രവചന ദൂതാകുന്നു. വലിയ മഴയുടെ മുഴക്കമുണ്ട്. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞു മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട്, നോക്കുക, ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി? മഴ. 3.5 വർഷമായിട്ട് ദേശത്ത് മഴ പെയ്യുന്നില്ല.
ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾ വരണ്ടുപോയോ? വർഷങ്ങളായിട്ട് മഴമേഘങ്ങളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാതെ, മഴ ലഭിക്കാതെ നിങ്ങൾ വരണ്ടിരിക്കുകയാണെങ്കിൽ, ഇതാ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുവാൻ തയ്യാറാകുക. പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ വലിയ മഴയുടെ മുഴക്കമുണ്ട്. അതിനുശേഷം ഏലിയാവ് ബാല്യക്കാരനോട് പറയുകയാണ്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ വീണ്ടും ഏലിയാവ് പറയുകയാണ്, നീ 7 പ്രാവശ്യം പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. ഒന്നും കാണുന്നില്ല എന്നതുകൊണ്ട് നിരാശപ്പെടരുത്. നിങ്ങൾ പ്രാർത്ഥനയിൽ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ പോകുകയാണ്. നിങ്ങൾ സ്വപ്നം കാണുന്നത് ഒരു വലിയ മഴയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് യാഥാർത്ഥ്യമാകുവാൻ പോകുന്നു. ഇതാ 7-ാം പ്രാവശ്യം ഈ ബാല്യക്കാരൻ മടങ്ങി വരികയാണ്. ബാല്യക്കാരൻ പറയുന്നു, ഇതാ കടലിൽ നിന്നൊരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഒരു കൈ പോലെ ഒരു ചെറിയ മേഘം, ഒരു കൈമേഘം. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി കർത്താവേ, കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങട്ടെ. അതിന് ഏലിയാവ്, നീ ചെന്ന് ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് നിറഞ്ഞു. ഈ ശബ്ദം കേൾക്കുന്നവർ വിശ്വസിക്കുക, ക്ഷണത്തിൽ പെട്ടെന്ന് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു. ഓ ലോർഡ് ജീസസ്, ക്ഷണത്തിൽ ആകാശവും മേഘവും കാറ്റും കൊണ്ട് കറുത്ത വൻമഴ പെയ്തു. ആകാശം കറുത്തു, മേഘമെല്ലാം കൂടെ കറുത്തു മഴ പെയ്യാനുള്ള മഴമേഘങ്ങളായിട്ട് പെട്ടെന്ന് വൻമഴ പെയ്യുകയാണ്. ഒരു വൻമഴയുടെ സീസണിലാണ് നമ്മളായിരിക്കുന്നത്. വേണമെങ്കിൽ മുൻമഴയെന്നും പിന്മഴയെന്നും വൻമഴയെന്നും പറയാം. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മുൻമഴയുടെ സീസണിലോ പിന്മഴയുടെ സീസണിലോ അല്ല, വൻമഴയുടെ സീസണിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലാകുകയില്ല. ഇതൊരു വൻമഴയുടെ സീസണാണ്. ഇതൊരു എൻഡ് ടൈം റിവൈവലാണ്. ഇതൊരു വൻമഴയുടെ സീസണാണ്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ മേലൊരു വൻമഴ പെയ്തിറങ്ങട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ്, വൻമഴ പെയ്തിറങ്ങട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവുമായി അടുത്തു ജീവിക്കുവാൻ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കണം കർത്താവേ. ഇത് ഒരു വൻമഴയുടെ സീസണാകുന്നുവല്ലോ. ഇതൊരു ആമേൻ പിന്മഴയുടെയും മുൻമഴയുടെയും വൻമഴയുടെയും സീസണാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മഴ ഞങ്ങളുടെ മേൽ പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മഴ ഞങ്ങളുടെ മേൽ പെയ്തിറങ്ങണമേ. പരിശുദ്ധാത്മാവിൻ്റെ മഴ ഞങ്ങളുടെ മേൽ പെയ്തിറങ്ങണമേ. ഒരു വലിയ ആത്മീക ഉണർവിനെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. റിവൈവൽ റെയിനെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം. ഓ യെസ് ലോർഡ്, റെയിൻ ഈസ് റിവൈവൽ. റിവൈവൽ റെയിൻ, റിവൈവൽ റെയിൻ, റിവൈവൽ റെയിൻ എവരിവെയർ. റിവൈവൽ റെയിൻ എല്ലാം ഉണർത്തപ്പെടട്ടെ, എല്ലാം ഉണർത്തപ്പെടട്ടെ. റിവൈവൽ റെയിനെ കർത്താവ് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ അഭിഷക്തരെയും പ്രത്യേകമായി ബ്ലസ് ചെയ്യണം. അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ ഒരു പകർച്ച ഇപ്പോൾ സംഭവിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവേ. അവരെ തൊടണമേ. ആമേൻ. സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങളെ അങ്ങ് വഹിച്ചു, ഞങ്ങളുടെ വേദനകളെ അങ്ങ് ചുമന്നിരിക്കുന്നതിനാൽ അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന വചനപ്രകാരം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശരീരത്തിലുള്ള രോഗബാധകൾ നീങ്ങിപ്പോകട്ടെ. ശരീരത്തിലുള്ള സ്വെല്ലിങ്സ് യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ട്യൂമറുകൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. കിഡ്നികളുടെ മേൽ സൗഖ്യം സംഭവിക്കട്ടെ. ക്രിയാറ്റിൻ ലെവൽ നോർമലായി തീരട്ടെ. ബ്ലഡ് പ്രഷർ നോർമലായി തീരട്ടെ യേശുവിൻ നാമത്തിൽ. മഹാസൂത്തിൽ ക്രേനാബാൽ യന്ത്രിയിലിയാത്തര ആതുരി ആരോ വടി പിടിച്ച് നടക്കുന്ന വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. അസ്ഥിമാംസ പേശികളിൽ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. കാലിൻ്റെ മേൽ ബലം വ്യാപരിക്കട്ടെ. വടി കൂടാതെ സാധാരണ നിലയിൽ നടക്കുവാൻ കർത്താവിൻ്റെ കരം ആ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയം ഗുണമേന്മയുള്ള ജീവിതം നയിക്കുവാൻ തക്കവണ്ണം രോഗബാധകൾ അവരെ വിട്ടുപോകട്ടെ. മനസ്സിൻ്റെ മേഖലകളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. റഷ്കിലി റാമിനി അസെത്തിരിയൽക്കര ശരീരത്തിലാണോ കണ്ണിലാണോ റാഷസ്
ആമേൻ. കണ്ണിനെ കർത്താവ് തൊടുന്നു. കണ്ണുമായി ബന്ധപ്പെട്ട് ആമേൻ കാഴ്ചശക്തിക്ക് പോലും കേടുവരുത്തുന്ന നിലയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ കണ്ണിൻ്റെ മേൽ വന്നിരിക്കുന്നത് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആമേൻ ലോ റബേഖ സിനിയാൽക്കര ഉറക്കമില്ലായ്മയും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഇൻസോംനിയ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ നല്ല ഉറക്കം ലഭിക്കട്ടെ. ആമേൻ. സ്കിന്നിൻ്റെ മേലുള്ള വല്ലാത്ത ബുദ്ധിമുട്ടുകൾ, സ്കിന്നിൻ്റെ മേലിനെ കറുത്ത് വന്നിട്ട് ചിലർക്ക് നടക്കാൻ പോലും വയ്യാത്ത നിലയിൽ കാലയിലും എല്ലാം വ്രണങ്ങൾ പോലെ ആയിരിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് തൊടുന്ന അലർജികൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോയി സൗഖ്യം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യെസ് ലോർഡ്. അറബെ അസുഖർ ബിനാറിയ തക്കലി നറാസി നക്നു റിബന ഹത്തിരി ലുഫറാസി അൽഖരാദിനി അലാദിനി റുഫസിനി അൽഖബര അഷോബറാദിനി. സാമ്പത്തിക മേഖലയിൽ ചതിവ് സംഭവിച്ച് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഈ ശബ്ദം കേൾക്കുന്ന കർത്താവേ, ആമേൻ, ചതിക്കപ്പെട്ടു പോയി, എന്നാൽ അതിൽ നിന്ന് ഉദ്ധരിക്കണമേ. അകത്തുള്ള വേദനകളെയും ദുഃഖങ്ങളെയും മാറ്റണമേ. ആമേൻ. തനിക്ക് നഷ്ടമായ ആ പണം കർത്താവെ തിരികെ ലഭിക്കുവാൻ തക്കവണ്ണം ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. തൃക്കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. യേശു നിങ്ങളെ സമർത്ഥമായി ബ്ലെസ് ചെയ്യുന്നു. ഗാഡ് ബ്ലെസ് യു. ആമേൻ. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ആയ ജീസസ് റൈൻസ് റേഡിയോയുടെ ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. ജീസസ് റൈൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സെർച്ച് ചെയ്യുക. ആപ്പ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്താലും. എല്ലാ പ്രഭാതത്തിലും 4 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മീയ വർധനവിനായി ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദയവായി സൂമിൽ ജോയിൻ ചെയ്താലും. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് അനുഗ്രഹമാകാൻ ഷെയർ ചെയ്താലും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.